ഞാൻ ഇപ്പോൾ ഈ കാണിച്ച് തരാൻ പോകുന്ന ഈ ഒരു പാക്കിൻ്റെ യൂസിനെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. നമുക്ക് ഈ തലയിൽ താരൻ്റെ ശല്യം, പിന്നെ പേന്, പിന്നെ ഈ പൊടിയൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ പറ്റി പിടിച്ചിട്ട് നല്ല ചൊറിച്ചിൽ, എനിക്ക് കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരുപാട് ഓയിലിൻ്റെ ചാലഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻ്റെ തലയിൽ പൊടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ തരത്തിലുള്ള ചൊറിച്ചിൽ, പേന്, താരൻ ഇങ്ങനെയൊക്കെ ഉള്ള ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഇച്ചിങ് ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു പാക്കിനെ പറ്റിയാണ് ആണ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ആ ഒരു വല്ലായ്മയും ഇച്ചിങ്ങും എല്ലാം നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഈ ഒരു പാക്ക് ഇടുമ്പോൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കഴുത്തിൻ്റെ പുറകെ അങ്ങനെ എവിടെയെങ്കിലും ഇച്ചിരി കുറച്ച് നേരം ഇട്ടതിന് ശേഷം വേറെ നീറ്റലോ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇതിടാവുള്ളൂ. കാരണം ഇതിട്ട തലയിൽ മുറിവുണ്ടെങ്കിൽ നമുക്ക് നീറ്റൽ വരും. തലയിൽ മുറിവില്ലെങ്കിലും നമുക്കൊരു പുകച്ചിൽ തോന്നും, നമുക്ക് കണ്ണൊക്കെ നീറും. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പാക്ക് ഇടാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് ഇടാറുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്മെല്ല് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഷാമ്പൂ ഇട്ട് കഴുകാം. ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതിയാവും. കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റും. 4 വയസ്സായ എൻ്റെ മോൾക്ക് ഞാൻ ഇടാറുണ്ട്. കാരണം അവൾ തലയിൽ പേനിൻ്റെയൊക്കെ ശല്യം വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുകയും പേനൊക്കെ കുറയുകയും ചെയ്യാറുണ്ട്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഇടുമ്പോഴത്തേക്കും നമുക്കത് നല്ല യൂസായിരിക്കും. ഹെയർ ഗ്രോത്തിനും ഈ ഒരു സംഭവം നല്ലത് തന്നെയാണ്. ഇതിനും ഈ ഒരു ഇച്ചിങ് കാര്യങ്ങൾക്ക് മാത്രമല്ല, ഹെയർ ഗ്രോത്തിനും നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ഈ പാക്ക് ഉണ്ടാക്കണമെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇത് പാക്ക് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന 2 സാധനങ്ങളുടെ ചാറാണ്, നീരാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ. ആ 2 സാധനങ്ങളുടെ നീരാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ പോവുകയാണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളുടെ പാക്കിൻ്റെ 2 ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്: ഇഞ്ചിയും സവാളയും. ഈ കൊച്ചുള്ളി ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല, അതും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സവാളയും ഈ ഇഞ്ചിയും നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി ഇതേപോലെ കഷ്ണമായിട്ട് മുറിച്ചിട്ടതിന് ശേഷം ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. എടുത്തതിന് ശേഷം അരിച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കണം. കുറച്ചൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഇത്രയും ചാറേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതിനെടുത്ത് കളയരുത്. കാരണം അതിൽ പിന്നെയും ചാറുണ്ടായിരിക്കും. ഒരു 10-20 സെക്കൻഡ്, മിനിറ്റ് അല്ല സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൽ പിന്നെയും ചാറ് നമുക്ക് പിഴിയുമ്പം കിട്ടും. അങ്ങനെ മാക്സിമം അതിൻ്റെ ചാറ് ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത്രത്തോളം ഒരു സവാളയോ 2 കഷ്ണം ഇഞ്ചിയിൽ നിന്ന് തന്നെ ഇത്രത്തോളം ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് ഇതാക്കി ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നൊക്കെ പറയില്ല, അതുപോലെ ആക്കിയിട്ട് വെച്ചാലും കുഴപ്പമില്ല. വലിയവർക്കാണെങ്കിൽ കറക്റ്റ് അതിൻ്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ ഈ തലയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. കണ്ണൊക്കെ നീറും, തലയിൽ പുകച്ചിലും ഉറപ്പായിട്ടും വന്നിരിക്കും. പിന്നെ ഒരു 5-10 മിനിറ്റ് ഇത് എടുത്ത ഉടനെ ഇട്ടാലാണ് ഈ പുകച്ചിലൊക്കെ ഉള്ള. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ പുകച്ചിലൊന്നും വരത്തില്ല. പിന്നെ അതിൻ്റെ എഫക്റ്റ് കുറയുമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തതിന് ശേഷം നമ്മൾ 2-3 തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് നമ്മൾ തലയിൽ യൂസ് ചെയ്യണം. എന്നാൽ പിന്നെ അത്രേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട.